ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ തൂത്ത് ആൻഡ് വാലക്കു എന്ന സസ്പെൻസ് ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ യോഗേഷ് എന്നൊരാൾ ഒരു സ്ഥലത്ത് വന്ന് ഒരു പെൺകുട്ടിയോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടുകയാണ്. അവന് 2 അസിസ്റ്റന്റ്മാരുണ്ട്. ഒരുത്തന്റെ പേര് ദിനു, മറ്റവന്റെ പേര് മുന്ന എന്നാണ്. രണ്ടുപേരും എന്താണ് നടക്കുന്നതെന്ന് എത്തി നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും യോഗേഷ് പരിപാടി കഴിഞ്ഞ് വരികയാണ്. ആ പെൺകുട്ടിയും വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഇവന്മാർ രണ്ടുപേരും ഞങ്ങൾക്കും ഒരു ചാൻസ് തന്നൂടെ എന്നൊക്കെ യോഗേഷിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ യോഗേഷ് ഇവരെ രണ്ടുപേരെയും കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങളൊന്നും അതിന് കൊള്ളില്ല എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതത്ര കാര്യമാക്കുന്നില്ല. ഈ യോഗേഷിന് വിവാഹം കഴിഞ്ഞ ഭാര്യയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഇവരെ രണ്ടുപേരെയും വെച്ച് അവൻ ചില നിയമവിരുദ്ധമായ ജോലികളും ചെയ്യുന്നുണ്ട്. ആ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കുള്ള ലോഡ് ഇന്ന് വരുന്നുണ്ട്. നിങ്ങളത് പോയി വാങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാൻ യോഗേഷ് അവരോട് രണ്ടുപേരോടും പറയുന്നു. രണ്ടുപേരും ശരിയെന്ന് സമ്മതിക്കാണ്. ഇവർക്ക് രണ്ടുപേർക്കും യോഗേഷിനോട് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം വളരെ മോശമായിട്ടാണ് യോഗേഷ് അവരോട് പെരുമാറുന്നത്. ഇപ്പോൾ ലോഡ് എത്തിയതായി അവർക്ക് വിവരം ലഭിക്കുന്നു. യോഗേഷിനോട് പറഞ്ഞിട്ട് അവരും ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ആ സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. ആട് മേച്ചുകൊണ്ടിരുന്ന ഒരാൾ അവിടേക്ക് വരികയാണ്. അയാൾ കിണറ്റിനടുത്തിരിക്കുമ്പോഴാണ് കിണറ്റിനുള്ളിൽ ബോഡി കിടക്കുന്നത് കാണുന്നത്. ആരുടെ ബോഡിയാണെന്ന് നോക്കിയാൽ യോഗേഷിന്റെ ബോഡിയാണ് അവിടെ ഉള്ളത്. ഇത് കാണുന്ന അയാൾ ഞെട്ടിപ്പോവാണ്. പോലീസിനെ വിവരം അറിയിക്കുന്നു. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരും ആ സ്ഥലത്തേക്ക് വരുന്നു. ഉള്ളിലുള്ള യോഗേഷിന്റെ ബോഡി പുറത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇദ്ദേഹമാണ് ഇൻസ്പെക്ടർ. ഈ ഇൻസ്പെക്ടർ ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആരായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന ചിന്തയിലാണ് അദ്ദേഹം. യോഗേഷിന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വിവരം അറിഞ്ഞ് അവിടേക്ക് വരുന്നു. അച്ഛൻ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്, രാഷ്ട്രീയത്തിലൊക്കെയുള്ള ആളാണ്. ഇപ്പോൾ മകനെ ഇങ്ങനെ കൊന്നുകളഞ്ഞല്ലോ എന്നോർത്ത് അദ്ദേഹം സങ്കടപ്പെടുന്നു. ഈ സ്ഥലത്ത് വീട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ വീട് പരിശോധിക്കാൻ അദ്ദേഹം ആളുകളോട് പറഞ്ഞിരുന്നു. പോലീസുകാരും ഇവിടെ വരൂ സർ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറെ വിളിക്കുന്നു. എന്താണെന്ന് നോക്കിയാൽ വീട് മുഴുവനും അലങ്കോലമായി കിടക്കുകയാണ്. അവിടെയും ഇവിടെയൊക്കെയായി വലിച്ചെറിഞ്ഞ പോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഈ സ്ഥലത്ത് വെച്ച് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ഇങ്ങനെയാണല്ലോ അവൻ ചെയ്തത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ അവൻ സമ്പാദിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തത്. ഈ പ്രദേശം മുഴുവൻ തിരയെ എന്തെങ്കിലും കിട്ടും എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവർക്കൊരു ഷൂ കിട്ടുന്നു. എത്ര ഷൂ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഷൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൊലയാളി ഷൂ ഇവിടെ ഉപേക്ഷിച്ച് പോയതാവാം എന്നവർ ചിന്തിക്കുന്നു. ഇതേ നാട്ടിൽ രമേശ് എന്നൊരാളെ കാണിക്കുന്നു. ഇദ്ദേഹം പതുപോലെ ഭക്ഷണം കഴിച്ച് തന്റെ ജോലിക്ക് സൈക്കിളിൽ പോവാണ്. ഇദ്ദേഹം സൈക്കിളിൽ വരുമ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നവർ യോഗേഷ് മരിച്ചുപോയി, നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുകയാണ്. ഈ കാര്യം കേട്ട ഉടനെ ഇദ്ദേഹം കുറച്ച് പരിഭ്രാന്തനാവുന്നു. അങ്ങനെ പരിഭ്രാന്തനായ അദ്ദേഹം സൈക്കിൾ തിരിക്കുന്നു. എന്താ സൈക്കിൾ തിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരു സാധനം എടുക്കാൻ മറന്നു, അതുകൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം വളരെ ടെൻഷനോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. യോഗേഷ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇത്ര പരിഭ്രാന്തനാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി രമേശിന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നു. ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് രമേശും പുറത്തേക്ക് വരികയാണ്. ഇദ്ദേഹത്തിന്റെ അയൽവാസിയാണ് വാതിൽ മുട്ടിയത്. ഭാര്യ എന്തോ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു എന്ന് അയാൾ പറയാണ്. അതുകൊണ്ടാണ് വന്നത്. ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇദ്ദേഹവും പറയുന്നു. അയാൾ നൽകിയ സാധനം വാങ്ങിയിട്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് വരികയാണ്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം റിവീൽ ആവുന്നത്. യഥാർത്ഥത്തിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ ഷൂ ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിന്റെ ഷൂ ആണെന്ന് മനസ്സിലാവുന്നു. കാരണം മറ്റേ ഷൂ ഇവിടെ ഇരിക്കുന്നതായി നമുക്ക് കാണിച്ചു തരുന്നു. ഇനിയും അത് തനിക്കുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയല്ല, പോയി ഗ്രാമത്തലവനെ കാണണം എന്ന് അദ്ദേഹം കരുതുകയാണ്. യോഗേഷിന്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തെ കാണാനായി വരികയാണ്. ഇദ്ദേഹം ഗ്രാമത്തലവന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യാറുള്ളതാണ്. എന്താ രമേശ് ഈ വഴി വന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ രമേശ് പരിഭ്രാന്തിയോടെ ചില കാര്യങ്ങൾ പറയുന്നു. രമേശ് പറയുന്ന കാര്യങ്ങളൊക്കെ യോഗേഷിന്റെ ഭാര്യ മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. യോഗേഷിന് മീന എന്നൊരു ഭാര്യയുണ്ട്, അവരാണ് ശ്രദ്ധിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഗ്രാമത്തലവനും രമേശും അവിടെയുണ്ട്. എന്താണ് കാര്യമെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ രമേശ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഗ്രാമത്തലവൻ പറയാൻ തുടങ്ങുന്നു. അതായത് അത് രമേശിന്റെ ഷൂ ആണെന്നൊക്കെ അദ്ദേഹം പറയാണ്. അപ്പോഴാണ് എന്താ സംഭവിച്ചതെന്ന് ഇൻസ്പെക്ടർ രമേശിനോട് ചോദിക്കുന്നത്. അന്നത്തെ ദിവസം രാത്രി രമേശ് ആ വഴി വന്നിരുന്നു. അതായത് മഴ പെയ്യുന്നതിന് മുന്നോടിയായി വരമ്പ് വെട്ടാൻ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. രണ്ടുപേർ ചേർന്നാണ് യോഗേഷിനെ ആക്രമിച്ചത് എന്ന് ഇദ്ദേഹം കണ്ടിരുന്നു. ഇദ്ദേഹത്തിന് കണ്ണട വെക്കുന്ന ശീലമുള്ളത് കൊണ്ട് ആരാണ് ആ രണ്ടുപേർ എന്ന് വ്യക്തമായി മനസ്സിലായില്ല. അവർ തന്നെ കണ്ട പ്രശ്നമാവുമെന്ന് പേടിച്ച് ഇദ്ദേഹവും അവിടെ നിന്ന് ഓടി. അപ്പോഴാണ് ഷൂ ഊരിപ്പോയത്. രാവിലെ അവൻ മരിച്ചുപോയെന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം കൂടുതൽ പേടിച്ചു. രണ്ടുപേര് ചേർന്നാണ് സർ ഇത് ചെയ്തത്. ഇതാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് രമേശ് പറയുന്നു. അവരുടെ അടയാളം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ സർ അടയാളം അറിയില്ല സർ. ഒരുത്തൻ ഹൈറ്റ് ഉള്ളവനായിരുന്നു, ഒരുത്തൻ പൊക്കം കുറഞ്ഞവനായിരുന്നു സർ. ഹൈറ്റ് ഉള്ളവൻ കുറച്ച് മുടന്തിയാണ് നടന്നത് എന്ന് എനിക്ക് തോന്നിയെന്നും അയാൾ പറയുന്നു.
ഏകദേശം യോഗേഷിന്റെ കൂടെ എപ്പോഴും നടക്കുന്ന രണ്ടുപേരുണ്ട്. അവരും ഒരാൾ പൊക്കമുള്ളവനും മറ്റേയാൾ പൊക്കം കുറഞ്ഞവനുമാണ്. ഒരുപക്ഷെ അവരായിരിക്കുമെന്ന് അവിടെ ഇരിക്കുന്ന ഗ്രാമത്തലവന് തോന്നുകയാണ്. എന്നാൽ ഗ്രാമത്തലവൻ അത് ഇൻസ്പെക്ടറോട് പറയുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആളുകൾ, അതായത് SIയും മറ്റു പോലീസുകാരും യോഗേഷിന് 2 അസിസ്റ്റന്റുമാരുണ്ടെന്നും ഏകദേശം ഇതേ അടയാളങ്ങൾ തന്നെയാണ് അവർക്കുള്ളതെന്നും അവർ പറയുന്നു. അപ്പോൾ ആ യോഗേഷിന്റെ അസിസ്റ്റന്റുമാർ എവിടെയുണ്ടെങ്കിലും വേഗം കണ്ടുപിടിക്കാൻ അദ്ദേഹം പറയാണ്. പോലീസുകാരും ശരിയെന്ന് സമ്മതിക്കുന്നു. ഇനി തിരികെ ആ സ്പോട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസുകാരെയും കൂട്ടി അവിടെ എത്തുന്നു. അവിടെ ഒരുപാട് കാൽപ്പാടുകളുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ കാൽപ്പാട് മാത്രം ഒരിടത്ത് കുറച്ച് ആഴത്തിലും മറ്റൊരിടത്ത് ആഴം കുറഞ്ഞിരിക്കുന്നു. ഇവൻ കുറച്ച് വ്യത്യസ്തമായ ഷൂ ആണ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അതായത് മുടന്തി നടക്കുന്നവർ വേറെ രീതിയിലുള്ള ഷൂ ആയിരിക്കുമല്ലോ ധരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ തീർച്ചയായിട്ടും മുടന്തി നടക്കുന്നവനാണ്. ആ അസിസ്റ്റന്റുമാരാണ് ഇതിന് പിന്നിലെന്ന് അവർക്ക് സംശയം തോന്നും. അവന്മാരെ പിടിച്ചാലേ എന്താണ് കാര്യമെന്ന് മനസ്സിലാവൂ എന്ന് അദ്ദേഹം പറയാണ്. സർ, അവന്മാര് സാധാരണയായി വീട്ടിലുണ്ടാവാറുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വീട്ടിലില്ല, അവർ ഒളിവിൽ കഴിയുകയാണ്. ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പോലീസുകാർ പറയുന്നു. ഇപ്പോൾ യോഗേഷിന്റെ അസിസ്റ്റന്റുമാരെ സംശയം വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഗ്രാമത്തലവനെ കാണാൻ അവർ വീട്ടിലേക്ക് വരുന്നു. നിങ്ങളുടെ മകന്റെ കൂടെ എപ്പോഴും 2 പേരും നടക്കാറുണ്ടായിരുന്നല്ലോ, ഒരുപക്ഷെ അവർ 2 പേരും ഇത് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇല്ലില്ല, അവന്മാരൊന്നും ഇത് ചെയ്യാൻ സാധ്യതയില്ല സർ. അവന്മാര് വെറും പാവങ്ങളാണ്. എന്റെ മകൻ പറഞ്ഞാൽ ആ ജോലി അവർ ചെയ്യും, അല്ലാതെ അവരൊന്നും ഈ കാര്യം ചെയ്യാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെന്തിനാണ് അവർ ഒളിച്ചു നടക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ തിരിച്ചു ചോദിക്കുന്നു. ഇൻസ്പെക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് മുകളിൽ നിന്ന് മീന ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഇൻസ്പെക്ടർ കാണുകയും ചെയ്യുന്നുണ്ട്. അതാണോ യോഗേഷിന്റെ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ ഗ്രാമത്തലവൻ അതെ എന്ന് പറയുന്നു. എനിക്ക് അവരോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അമ്മായിയച്ഛൻ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവളിപ്പോൾ സംസാരിക്കുന്ന അവസ്ഥയിലല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അല്ലല്ല, എനിക്ക് തീർച്ചയായിട്ടും സംസാരിക്കണം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അവർ താഴേക്ക് വരുന്നു. നിങ്ങളുടെ ഭർത്താവിനെ ആരായിരിക്കും ഇങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് ആരുടെ മേലെങ്കിലും സംശയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എനിക്ക് ആരെയും സംശയമില്ല എന്ന് അവരും പറയുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് മറച്ചിരുന്ന തുണി കാറ്റിൽ പറക്കുന്നു. അപ്പോഴാണ് അവരുടെ കവളിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് കാണുന്നത്. ഒരുപക്ഷെ യോഗേഷ് ആയിരിക്കും അവരെ അടിച്ച് പരിക്കേൽപ്പിച്ചത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അവർ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ പറഞ്ഞയക്കുന്നു. ഗ്രാമത്തലവനോടും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ആ യോഗേഷ് ഭാര്യയെ എപ്പോഴും ഉപദ്രവിക്കുകയായിരുന്നിരിക്കണം. ശരീരം മുഴുവനും പരിക്കുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതെ സർ, യോഗേഷിനെ സംബന്ധിച്ച് അവൻ ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവുമായിരുന്നു. ലൈംഗിക തൊഴിലാളികളുടെ കൂടെയൊക്കെ അവൻ സ്ഥിരമായി പോവുമായിരുന്നു. അവൻ കുറച്ച് മോശക്കാരൻ തന്നെയായിരുന്നു. ഇതുകൂടാതെ ചില നിയമവിരുദ്ധമായ ജോലികളും അവൻ ചെയ്തിരുന്നു എന്നൊക്കെ പോലീസുകാർ പറയുന്നു. ഇപ്പോൾ കാണാതായ ആ 2 പേരുടെ ഫോൺ ട്രേസ് ചെയ്യണമല്ലോ, അതിനുള്ള ആളെ വിളിച്ചു വരുത്താൻ അദ്ദേഹം പറയുന്നു. ഈ നാട്ടിൽ തന്നെ അങ്ങനെ ഒരാളുണ്ട്. ഇയാൾ പോലീസ് ഒന്നുമല്ല, ഇടയ്ക്കിടെ ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അയാളും അവിടെ വന്ന് ആരുടെ ഫോണാണ് ട്രേസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്പെക്ടറും പോലീസുകാരും അയാൾക്ക് വിവരങ്ങളെല്ലാം നൽകുന്നു. ഇനി കട്ട് ചെയ്ത് ആ 2 പേരെയാണ് കാണിക്കുന്നത്. ആ അസിസ്റ്റന്റുമാരുടെ പേര് ദിനു, മുന്ന എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. മുന്ന എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നീ കാരണമാണ് എന്ന് പറയുന്നു. ദിനു എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നീ കാരണമാണെന്ന് അവനും പറയുന്നു. എന്തിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇവർക്കിടയിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. പരസ്പരം മാറി മാറി അവർ വഴക്കിടുകയാണ്. ഇനി കട്ട് ചെയ്ത് രമേശ് എന്നാളെ കാണിക്കുന്നു. അയാൾ ഗ്രാമത്തലവന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മീന വരുന്നു. അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട്. കുറച്ചു നേരം ജോലി ചെയ്തതിന് ശേഷം ജോലി തീർത്ത് മടങ്ങാമെന്ന് അദ്ദേഹം കരുതാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ മീന അദ്ദേഹത്തെ നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. പോലീസിനോട് ആ 2 പേരെ വ്യക്തമായി ശ്രദ്ധിച്ചില്ല, ആരാണെന്ന് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറ, നിങ്ങൾ ശരിക്കും കണ്ടില്ലേ എന്നവർ ചോദിക്കുന്നു. ഞാൻ സത്യമാണ് മോളെ പറയുന്നത്. ആ 2 പേര് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. എന്തിനാണ് മീൻ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പുതിയൊരു കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. ഇവരുടെ പേര് മാലിനി എന്നാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി സമയത്ത് ഒരു ചാക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു പാലമുണ്ട്, താഴെ വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് ഈ ചാക്ക് വലിച്ചെറിയുന്നു. ഇവരാരാണ്, എന്തിനാണ് ഈ ചാക്ക് വലിച്ചെറിയുന്നത് എന്നൊന്നും വ്യക്തമല്ല. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ഗ്രാമത്തലവൻ എപ്പോഴും തന്റെ വീടിന്റെ ഉമ്മറത്താണ് കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരോ വരുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു. ഒരു അജ്ഞാതൻ വീടിനുള്ളിലേക്ക് രഹസ്യമായി മതിൽ ചാടി കടക്കുന്നു. ശബ്ദം കേട്ട് ഗ്രാമത്തലവൻ പരിശോധിക്കാനായി വരികയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടാതെ ആ അജ്ഞാതൻ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. ആരോ കയറിയതുപോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ പോയി കിടന്നുറങ്ങുന്നു. ഇവർ ഫോൺ ട്രേസ് ചെയ്യാൻ ഒരാളെ വിളിച്ചു വരുത്തിയിരുന്നല്ലോ. അയാൾ പറയുന്നത് ആ 2 പേരും എപ്പോഴും ഒരു ചായക്കടയിൽ വന്നു പോകാറുണ്ടെന്നാണ്. അതായത് ഒരു ധാബയിൽ അവർ വരാറുണ്ട്. ഈ പ്രദേശത്താണ് ആ ധാബ ഉള്ളത് എന്ന് അയാൾ പറയുന്നു. നാട്ടിൻപുറത്തിന്റെ അതിർത്തിയിലാണല്ലോ ധാബ ഉണ്ടാവുക, അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം എന്ന് അവർ കരുതുന്നു. കുറച്ചു നേരം മുമ്പ് രാത്രി സമയത്ത് മാലിനി എന്നൊരു ലേഡിയെ കാണിച്ചിരുന്നല്ലോ, ആ ലേഡിയാണ് ഈ ധാബ നടത്തുന്നത്. അതുകൊണ്ട് ഈ ധാബയിലേക്കാണ് അവർ 2 പേരും വന്നിട്ടുള്ളത്. എന്തിനാണ് വരുന്നത്? ഇവിടെയുള്ളവരോട് അന്വേഷിക്കണം എന്ന് കരുതി ഇൻസ്പെക്ടറും ടീമും അവിടേക്ക് വരുന്നു. അവർ മാലിനിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അതായത് ഞങ്ങൾ 2 പേരെ തിരയാണ്, ആ 2 പേര് ഇടയ്ക്കിടെ ഇവിടെ വരാറുള്ളതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സത്യം പറ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന 2 പേരും ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് സർ എന്ന് മാലിനി പറയുന്നു.
അതിലൊരാൾ എൻ്റെ സ്വന്തക്കാരനായ ചേട്ടനാണെന്നും അവർ പറയുന്നു. അതായത് അതിൽ മുന്ന എന്നൊരാളുണ്ടല്ലോ, അവനാണ് അവരുടെ ബന്ധുവായ ചേട്ടൻ എന്ന് മാലിനി പറയുന്നു. എന്തിനാണ് അവർ രണ്ടുപേരെയും തിരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ യോഗേഷ് മരിച്ചുപോയി, അതിൽ ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ടോ എന്നറിയാനാണ് ഞങ്ങൾ തിരയുന്നത് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇപ്പോൾ മാലിനി ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ചേട്ടന്റെ പേര് മുന്ന എന്ന് പറഞ്ഞില്ലേ, ആ മുന്നയുടെ സുഹൃത്തും യോഗേഷും 3 പേരും ചേർന്ന് സ്ഥിരമായി മദ്യപിക്കാൻ ഈ സ്ഥലത്ത് വരുമായിരുന്നു. അങ്ങനെ മദ്യപിക്കുമ്പോൾ ഇവർ സൈഡ് ഡിഷൊക്കെ കൊണ്ടുപോയി വെക്കുമല്ലോ, അപ്പോൾ യോഗേഷ് ഇവരെ തുറപ്പിച്ചു നോക്കുമായിരുന്നു. അതായത് മാലിനിയുടെ ചേട്ടൻ മുന്ന ഇവിടെ തന്നെയുണ്ട്. ആ മുന്നയുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ മാലിനിയെ മോശമായി നോക്കുമായിരുന്നു. ഒരു ഘട്ടത്തിൽ മുന്നയെ അവർ നന്നായി മദ്യപിപ്പിക്കുന്നു. അവൻ കുറച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാവുന്നു. ഇതാണ് അവസരം. മാലിനിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി യോഗേഷ് മാലിനിയുള്ള സ്ഥലത്തേക്ക് വരികയാണ്. കടയുടെ ഷട്ടർ അടച്ചിട്ട് അവൻ അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ചെയ്യുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്നവർ പറയുന്നുണ്ട്. എന്നാൽ അവനും ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അവരോട് തെറ്റായ രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന മാലിനി പെട്ടെന്ന് ഒരു അരിവാളെടുത്ത് കാണിക്കുന്നുണ്ട്. അയ്യോ, പ്രശ്നം വേണ്ട എന്ന് കരുതി യോഗേഷ് വാതിൽ തുറന്ന് വേഗത്തിൽ അവിടെ നിന്നും പോയി. ഈ രീതിയിലൊക്കെ യോഗേഷ് എനിക്കും ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഒരു പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്ന ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്ന് പോലീസിന് തോന്നാൻ തുടങ്ങുന്നു. എന്തായാലും മുന്നയും ദിനവും തിരികെ ഈ സ്ഥലത്ത് വന്നാൽ ഞങ്ങളെ വിവരം അറിയിക്കണം എന്ന് അവർ പറയുന്നു. തീർച്ചയായിട്ടും വിവരം അറിയിക്കാം എന്ന് മാലിനിയും സമ്മതിക്കുന്നു. മാലിനി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനൊന്നും തീർച്ചയായിട്ടും ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ വേറെ രീതിയിലും അന്വേഷിക്കുക എന്നൊക്കെ അവർ പറയുന്നു. അവിടെ നിന്ന് പോകുമ്പോൾ ഇൻസ്പെക്ടർ പോലീസുകാരോട് ഈ മാലിനി തന്നെ അവരെ ഒളിച്ചു താമസിക്കാൻ സഹായിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ മാലിനിയെ ഒന്ന് നിരീക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയെന്ന് പോലീസുകാരും സമ്മതിക്കുന്നു. ഇനി കട്ട് ചെയ്ത് രമേശിനെ കാണിക്കുന്നു. സത്യത്തിൽ ആടിന് പുല്ല് വെട്ടാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇതിനടുത്ത് വെച്ചിട്ടാണ് യോഗേഷിന്റെ ബോഡി കിട്ടിയത്. ഈ സ്ഥലത്ത് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ തോന്നുന്നതേയില്ല. വേഗത്തിൽ അദ്ദേഹം തിരിച്ചു പോകാൻ തുടങ്ങുന്നു. എന്താ, അതിനുള്ളിൽ പോവാണോ എന്നൊരാൾ ചോദിക്കുകയാണ്. അല്ലല്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു, അതുകൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹവും വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. ആ സ്ഥലം കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു അരിവാള് കിട്ടുന്നു. എടുത്തു നോക്കിയപ്പോൾ അതിൽ രക്തമുള്ളത് കണ്ടതും അദ്ദേഹം പരിഭ്രാന്തനാവുന്നു. ഇത് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കുക എന്ന് കരുതി അദ്ദേഹം വേഗത്തിൽ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇതുപോലൊന്ന് കിട്ടി, അതിൽ രക്തം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഇതിൽ എന്തിനാ നിങ്ങൾ കൈവച്ചത്, ഞങ്ങളെ ഉടനെ വിവരം അറിയിക്കാറുന്നില്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അല്ലല്ല, ഞാൻ എടുത്തതിന് ശേഷമാണ് രക്തം കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ശരി ശരി, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അവിടെയുള്ള SI എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എന്തുണ്ടെങ്കിലും എന്നോട് പറ, ഞാൻ അതിനുശേഷം ഇൻസ്പെക്ടറോട് പറയാം, അപ്പോഴേ എനിക്ക് പേര് കിട്ടൂ എന്ന് അദ്ദേഹം പറയാണ്. ശരിയെന്ന് പറഞ്ഞ് രമേശും പോകുന്നു. ആ മാലിനിയെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഇവർക്ക് ഫോൺ ട്രേസ് ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തി മാലിനിയോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഫ്ലേർട്ട് ചെയ്യാണോ, മുഖത്ത് ഞാൻ ചായ ഒഴിക്കും, ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. എന്താ ഇവളിത്ര ദേഷ്യപ്പെടുന്നതെന്ന് കരുതി അയാളും കുറച്ച് മാറി നിൽക്കുന്നു. ഈ സമയത്താണ് മുന്നയും ദിനവും ആ സ്ഥലത്തേക്ക് വരാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഇയാളെ കാണാൻ പോലീസിനെ പോലെ ഉണ്ടല്ലോ, ഇപ്പൊ പോണോ വേണ്ടയോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഈ വ്യക്തിയെ കാണാനായി പോലീസുകാരൊക്കെ വരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വന്ന പോലീസുകാരും എന്താടോ അവളെ വളയ്ക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല എന്നാണ് പറയുന്നത്. നിനക്ക് ശരിക്കും ശ്രമിക്കാൻ അറിയില്ലായിരിക്കും, ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാന്ന് പറഞ്ഞ് SI മാലിനിയോട് ഫ്ലേർട്ട് ചെയ്യാനായി പോകുന്നു. ഇദ്ദേഹവും പരാജയപ്പെടുന്നു എന്ന് നമ്മളെ കാണിച്ചായിരുന്നു. വെറുതെ ഫണ്ണി ആയിട്ടാണ് ഈ സീനൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രമേശ് വീട്ടിൽ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ആരോ വാതിൽ മുട്ടുന്നു. ആരാണെന്ന് നോക്കാനായി രമേശും വാതിലിനടുത്ത് വന്ന് വാതിൽ തുറക്കുന്നു. അവിടെ നോക്കിയപ്പോൾ കാവ്യ എന്നൊരു പെൺകുട്ടി നിൽക്കുകയാണ്. ഈ കാവ്യ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. ഈ കാവ്യയെ കണ്ട് അയാൾ ഞെട്ടുകയാണ്. ഇവിടെ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. അതായത് യോഗേഷ് ജീവിച്ചിരുന്നപ്പോൾ വളരെ വൈകിട്ടാണ് വീട്ടിൽ വരുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന അച്ഛൻ, എപ്പോഴും നീ കുടിച്ചുകൊണ്ടിരിക്കോ, ഇപ്പൊ നിനക്കൊരു ഭാര്യയുണ്ട്, ഇങ്ങനെയാണോ ലേറ്റ് ആയി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും അവൻ ഒട്ടും വിഷമിച്ചിരുന്നില്ല. എടോ കിഴവാ പോടാ എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാതെ അവൻ വീടിനുള്ളിലേക്ക് കയറിപ്പോന്നു. ആ സമയത്ത് അവന്റെ ഭാര്യ മീന ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ആരോടാണ് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവൻ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല എന്നവൾ പറയുന്നു. എന്നാൽ അവൻ ഭാര്യയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ശബ്ദമൊക്കെ പുറത്തിരിക്കുന്ന അച്ഛനും കേൾക്കുന്നുണ്ട്. അച്ഛനും ഇത് കേട്ട് വളരെ സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റിൽ ഇൻസ്പെക്ടർ, എന്താടോ ആ മാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പോലീസുകാരോട് ചോദിക്കുകയാണ്. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് സാർ എന്ന് പോലീസുകാരും പറയുന്നു. ശരി, ഇവിടെയാണ് രമേശിന്റെ വീടുള്ളത് എന്ന് അവർ പറയുന്നു. ആണോ, എങ്കിൽ രമേശിന്റെ വീട്ടിൽ പോയി ഒന്ന് നോക്കാം, വീട്ടിലേക്ക് വണ്ടി വിട് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ രമേശ് ചായയൊക്കെ റെഡിയാക്കുകയാണ്. വീട്ടിൽ വന്നിട്ടുള്ള ആ പെൺകുട്ടിക്കും ചേർത്ത് ചായ റെഡിയാക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അതിനുള്ളിൽ ഇൻസ്പെക്ടറും ടീമും അവിടേക്ക് വരികയാണ്. ഇപ്പോഴാണ് ചായ ഇട്ടത്, ഇതാ കുടിക്ക് എന്ന് പറഞ്ഞ് രമേശ് അവർക്ക് ചായ നൽകുന്നു. അവർ വീടിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ രമേശ് അവിടെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ പെൺകുട്ടിയെ ഇനിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ഇവരും അത് അത്ര കാര്യമാക്കുന്നില്ല. ശരി ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ പോലീസൊക്കെ പോയതിനു ശേഷം അദ്ദേഹം വീടിനുള്ളിലേക്ക് വരുന്നു. എന്നാൽ കാവ്യ എന്ന ആ പെൺകുട്ടി വീടിനുള്ളില്ല.
കാവ്യയുടെ ഫോട്ടോ മാത്രമാണുള്ളത്. ആ ഫോട്ടോ അദ്ദേഹം വളരെ സങ്കടത്തോടെ നോക്കുന്നു. ഇവിടെ ഫ്ലാഷ് ബാക്ക് പോലെ നമ്മളെ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നു. കാവ്യ അവൾ അദ്ദേഹത്തിന്റെ മകളാണ്. കാവ്യ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അച്ഛനോട് വളരെ കളിയായിട്ടൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. ആ മധുരമുള്ള ഓർമ്മകളൊക്കെ ചിന്തിച്ച് അദ്ദേഹം സങ്കടപ്പെടുന്നു. ഇപ്പോൾ പ്രസന്റിൽ ഈ കാവ്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. രാത്രി വന്നതായി കാണിച്ചത് എന്തിനാണെന്നും നമുക്കറിയില്ല. ഇനി കട്ട് ചെയ്ത് മീനയെ കാണിക്കുന്നു. മീനയുണ്ടല്ലോ, ഞാൻ പുറത്തു പോയിട്ട് വരാം എന്ന് അമ്മായി അച്ഛനോട് പറഞ്ഞിട്ട് പോവാണ്. ഇവളെന്താണ് ഇടയ്ക്കിടെ പുറത്തേക്കൊക്കെ പോകുന്നത് എന്ന അമ്മായി അച്ഛന് ചെറിയൊരു സംശയം വരുന്നു. ഒരുപക്ഷെ ഈ മീന പ്ലാൻ ചെയ്ത് മകനെ കൊന്നതായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് സംശയം വരുന്നു. ഇപ്പോൾ പോയി വന്നതിന് ശേഷം ഉള്ളിൽ പോയി അവൾ ഫോണിൽ സംസാരിക്കുന്നു. ഇവൾ ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം സംശയിക്കുകയാണ്. നേരത്തെ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ആരുടെ മേലെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സംശയം വന്നല്ലോ. അതിനെക്കുറിച്ച് അദ്ദേഹം ഇൻസ്പെക്ടറോട് കുറച്ചായി പറയാൻ തുടങ്ങുന്നു. എൻ്റെ മരുമകളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല. ഇടയ്ക്കിടെ അവൾ പുറത്തു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മകൻ മരിച്ചതിൽ അവൾ വിഷമിക്കുകയൊന്നും വേണ്ട. എന്നാൽ അവളുടെ പ്രവൃത്തികൾ എനിക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവൾ ആരോടോ ഫോണിൽ സംസാരിച്ചു. ആ നമ്പർ മാത്രം ഞാൻ എടുത്തു. അതായത് റീഡയൽ ചെയ്ത് ആ നമ്പർ മാത്രം ഞാൻ എടുത്തു. ഇതാണ് ആ നമ്പർ. എൻ്റെ മകൻ മരിച്ച ദിവസം രാത്രി ആരോ എൻ്റെ വീടിനുള്ളിൽ കയറിയതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരുപക്ഷെ എൻ്റെ മരുമകളുടെ കാമുകനായിരിക്കും കയറിയത്. എനിക്ക് അവനെ സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറും ആ നമ്പർ വാങ്ങിയിട്ട് പോകുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ വീടിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന മരുമകൾ മഞ്ഞ് പെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് വാ എന്ന് പറയുന്നു. ഇല്ലില്ല, നീ ഉള്ളിൽ പൊക്കോ എന്ന് അദ്ദേഹം കുറച്ച് ദേഷ്യത്തോടെ പറയുന്നു. മരുമകൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവരുള്ളിലേക്ക് പോകുന്നു. മരുമകൾക്ക് ആരോടോ ബന്ധമുണ്ട്. അവൻ ഇന്ന് ഉള്ളിൽ വരാൻ ശ്രമിച്ചാൽ അവനെ തീർക്കണമെന്ന് കരുതി അദ്ദേഹം തോക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ ഇരിക്കുകയാണ്. ഇൻസ്പെക്ടർ എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം സഹായം ചോദിച്ചു വന്നതെന്ന് മനസ്സിലാവുന്നു. സാർ, എൻ്റെ മകളെ കാണാനില്ല സാർ, കണ്ടുപിടിച്ച് തരണം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതായത് 3 വർഷമായി എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് കാവ്യയുടെ ഫോട്ടോയൊക്കെ നൽകുകയാണ്. എന്ത് 3 വർഷമായി കാണാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, യാതൊരു വിവരവുമില്ല, നിങ്ങളെങ്കിലും വിവരം പറയേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വിഷമിക്കേണ്ട, വിവരം കിട്ടിയാൽ പറയാം എന്ന് പറഞ്ഞ പോലീസുകാർ ഈ വലിയച്ഛനെ പറഞ്ഞയക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് അദ്ദേഹം SIയോട് ചോദിക്കുകയാണ്. സാർ, ഞാനും 1.5 വർഷം മുമ്പാണ് വന്നത്, എനിക്കും അറിയില്ല എന്ന് SI പറയുന്നു. ഇപ്പോഴാണ് ഇവർക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മരുമകൾ ആരോടാണ് സംസാരിച്ചതെന്ന് അറിയാമോ? മാലിനിയോടാണ് സംസാരിച്ചത്. ഈ മരുമകൾ എന്തിനാണ് മാലിനിയോട് സംസാരിച്ചത്? അതായത് മാലിനിയുടെ കടയിലുള്ള ഫോണിലേക്കാണ് സംസാരിച്ചത്. മാലിനിയെയും ശ്രദ്ധിക്കണം, ഈ മരുമകളെയും ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയാണ്. പോലീസുകാരെ ശരിയെന്ന് സമ്മതിക്കുന്നു. ഒരു ഗ്രൂപ്പ് മാലിനിയെ ശ്രദ്ധിക്കുന്നു, മറ്റൊരു ഗ്രൂപ്പ് ഈ മരുമകളെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ മീന സ്കൂട്ടർ എടുത്ത് പോകുന്നു. ഇത് അമ്മായച്ചനും വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മീന പോയതുപോലെ ആ മാലിനിയും പുറപ്പെടുന്നു. രണ്ടുപേരും ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. സത്യത്തിൽ മീന പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതൊക്കെ മാലിനിക്ക് നൽകുകയാണ്. എന്തിനാണ് കൊടുക്കുന്നതെന്ന് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, ഇതിനുശേഷം മാലിനിയെ ഫോളോ ചെയ്യാം, കാരണം പണം മാലിനിയുടെ കയ്യിലാണല്ലോ. ഇതാർക്കോ കൊടുക്കാൻ പോവാണ് എന്ന് പോലീസുകാർ ചിന്തിക്കുന്നു. ഇപ്പോൾ മാലിനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിനി മുന്നെയും ദിനുവിനെയും കാണാനാണ് വന്നിരിക്കുന്നത്. ഈ പണം വെച്ച് മാനേജ് ചെയ്തോ എന്ന് പറഞ്ഞ് അവർ പണം നൽകുന്നു. ഇവർ പണം വാങ്ങിയിട്ട് പോകാമെന്ന് കരുതുമ്പോഴേക്കും പോലീസ് ജീപ്പ് വരുന്ന ശബ്ദം കേൾക്കാണ്. അയ്യോ, പോലീസുകാർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് ചിതറി ഓടുന്നു. നമ്മുടെ ഇൻസ്പെക്ടറുടെ ടീം ഫോളോ ചെയ്തിരുന്നല്ലോ, അവർ ഇൻസ്പെക്ടറെയും ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ഒരുത്തനെയും വെറുതെ വിടരുത് എന്ന് ഇൻസ്പെക്ടറും പറയുന്നു. ഇപ്പോൾ ഭയങ്കരമായി അവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ദിനുവിനെയും മുന്നെയും പോലീസ് പിടികൂടുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യം നമ്മളെ കാണിക്കുകയാണ്. രമേശ് വീട്ടിലേക്ക് വരുന്നു. മകൾ എവിടെയാണെന്ന് തിരയുന്നു. എന്നാൽ മകളെ എങ്ങും കാണാനില്ല. അയ്യോ, അവൾ എവിടെ പോയി എന്ന് പരിഭ്രാന്തനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ വന്ന് മകൾ പേടിപ്പിക്കുന്നു. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ തമാശയായി സംസാരിക്കുന്നു. ശരി, നോക്കി സൂക്ഷിച്ചു പോ എന്ന് പറഞ്ഞ ഉടനെ അവളും സൈക്കിൾ എടുത്ത് പോവാണ്. ഇപ്പോൾ പ്രസന്റിൽ ആ കാര്യങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ ഓർത്തു നോക്കുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും പിടിക്കപ്പെട്ടല്ലോ. SI ഇവരെ അടിച്ച് ചോദ്യം ചെയ്യാണ്. എടാ, യോഗേഷിനെ കൊന്നിട്ട് രണ്ടുപേരും ഒളിവിൽ പോയാൽ പിടിക്കപ്പെടില്ല എന്ന് കരുതിയോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. എന്ത്, യോഗേഷിനെ ഞങ്ങൾ കൊന്നെന്നോ? സത്യമായിട്ടും യോഗേഷിനെ ഞങ്ങൾ കൊന്നിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ ഒളിവിൽ കഴിഞ്ഞത് എന്ന് ചോദിച്ച് അടിക്കുമ്പോൾ ഇവരൊരു കാര്യം പറയുന്നു. യോഗേഷ് നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യുന്നുണ്ടല്ലോ. അതായത് മറ്റൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കഞ്ചാവ് പൊതികളൊക്കെ കടത്തുമായിരുന്നു. അതുപോലെ ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ടു. അപ്പോൾ ആ പോലീസ് വന്ന് പണം തന്നാൽ വിട്ടയക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പ്രശ്നത്തിലായിരുന്നു. യോഗേഷിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. ഇവരെന്താ പുതുതായി ഇങ്ങനെ പറയുന്നത് എന്ന് ഇൻസ്പെക്ടർ ചിന്തിക്കുകയാണ്. ഇതിന് പണം ആവശ്യമുണ്ടായിരുന്നല്ലോ, ആ പണമാണ് മീനയോട് ചോദിച്ച് മാലിനി വഴി വാങ്ങിയത് എന്ന് അവർ പറയുന്നു. മാലിനിയും ഈ കാര്യം തന്നെയാണ് പറയുന്നത്.
ശരി, മീനയെ വിളിച്ചു വരുത്തി സംസാരിക്കാമെന്ന് ഇൻസ്പെക്ടർ കരുതാണ്. ഇപ്പോൾ മീനയും അച്ഛനും അവിടേക്ക് വരുന്നു. മീനയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ മീനയും മുന്നയും ഒരേ ഗ്രാമത്തിലുള്ളവരാണ്. യോഗേഷിനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അവൻ നല്ലവനല്ല എന്നൊക്കെ മുന്ന പറഞ്ഞിരുന്നു. എന്നാൽ ഇവരുടെ വീട്ടുകാർ യോഗേഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. സ്വന്തക്കാരനായ ചേട്ടനെ പോലെയല്ലേ, അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഇവർ പണം കൊടുക്കാമെന്ന് വെച്ച് മാലിനി വഴി പണം കൊടുത്തത്. അല്ലാതെ ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ തെറ്റായ ബന്ധവുമില്ല എന്നൊക്കെ അവർ പറയുന്നു. കാരണം അച്ഛൻ അങ്ങനെ സംശയിക്കുന്നുണ്ടല്ലോ. ഇവർ അങ്ങനെയുള്ള യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അതുപോലെ അന്ന് രാത്രി വീടിനുള്ളിൽ ആരോ രഹസ്യമായി വന്നിരുന്നല്ലോ. അങ്ങനെ വന്നത് ആരാണെന്ന് വെച്ചാൽ അത് മുന്ന തന്നെയായിരുന്നു. എന്തിനാണ് വന്നതെന്ന കാര്യം ഇവർ വിശദമായി പറയാൻ തുടങ്ങുന്നു. യോഗേഷ് ഒരു ജോലി തീർക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഇവർ രണ്ടുപേരും അവിടെയുള്ള പോലീസിന്റെ കയ്യിൽ പെട്ടിരുന്നു. പണം തന്നാൽ വിട്ടേക്കാം എന്നാ പോലീസ് പറഞ്ഞിരുന്നു. യോഗേഷിനോട് പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുമെന്നതുകൊണ്ട് യോഗേഷിനോട് പറയാതെ ആ മുന്ന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രഹസ്യമായി വീടിനുള്ളിലേക്ക് വരുന്നു. അങ്ങനെ വന്നയാൾ ഇവരെ കാണുന്നു. മോളെ, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടുപോയി, എനിക്ക് കുറച്ച് പണം തരുമോ എന്നൊക്കെ ചോദിച്ചു. എന്താ ചേട്ടാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ആദ്യം ഇവിടെ നിന്ന് പോ എന്നൊക്കെ അവർ പറയുന്നു. പണം മാത്രം താ എന്നൊക്കെ അയാൾ ചോദിച്ചിരുന്നു. ഇവരും ഞാൻ പിന്നീട് തരാം, ആദ്യം ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയെന്ന് പറഞ്ഞ് ഇയാൾ പോയിരുന്നു. ആ സമയത്താണ് യോഗേഷ് മരിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾ ഇവിടെ വന്നിട്ട് യോഗേഷിനെ കൊല്ലാൻ സാധ്യതയില്ല, തീർച്ചയായിട്ടും മുന്ന ഇത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ രമേശ് രണ്ടുപേരെ കണ്ടിട്ടുണ്ടല്ലോ. ആ രണ്ടുപേരുമായി ദിനുവും മുന്നയും നന്നായി യോജിച്ചും പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും അല്ല ഇത് ചെയ്തതെങ്കിൽ പിന്നെ ആരായിരിക്കും ചെയ്തത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. സാർ, എനിക്കും അത് തന്നെയാണ് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് രമേശിനോട് 1-2 തവണ നിങ്ങൾ ആ രണ്ടുപേരെ ഇങ്ങനെയാണോ കണ്ടത് എന്നൊക്കെ ചോദിച്ചത്. അതെങ്ങനെ സാധ്യമാവുമെന്ന് എനിക്കറിയില്ല സാർ, അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഈ മീന പറയുന്നുണ്ട്. ശരി, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും പൊക്കോ എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ രമേശ് പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആ രണ്ടുപേരെയും പിടികൂടി, നിങ്ങളാണ് കണ്ട് കൺഫേം ചെയ്യേണ്ടത് എന്നൊക്കെ അവർ പറയുന്നു. ശരി, ഓക്കെ, ഞാൻ വരാമെന്ന് രമേശും സമ്മതിച്ച് വരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും സെല്ലിനുള്ളിലാണുള്ളത്. നോക്ക്, ഇവർ രണ്ടുപേരും ആണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ഈ രമേശും സൂക്ഷിച്ച് നോക്കുന്നു. സാർ, ഇവരെ പോലെയും തോന്നുന്നുണ്ട്, ഇവരല്ലെന്നും എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്ന മട്ടിൽ ഇൻസ്പെക്ടർക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു. സത്യത്തിൽ മീനയുടെ അച്ഛൻ ഇപ്പോഴും കുറച്ച് ദേഷ്യത്തിലാണല്ലോ. ഇപ്പോൾ ചായ കൊടുക്കാമെന്ന മീന, അച്ഛാ, അവൻ എന്നെ എത്രത്തോളം ഉപദ്രവിച്ചു എന്നത് നിങ്ങൾക്കറിയാലോ. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ തെറ്റായ ഒരു കാര്യവും ചെയ്തിട്ടില്ല, നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നൊക്കെ അവർ പറയുന്നു. അച്ഛനും വെറുതെ സംശയിച്ചല്ലോ എന്നോർത്ത് കുറച്ച് കുറ്റബോധം തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ സ്റ്റേഷനിലെ മുൻ ഇൻസ്പെക്ടർ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ വേറെ സ്റ്റേഷനിൽ വലിയ പോസ്റ്റിലാണ്. ഇവർ രണ്ടുപേരും നിയമവിരുദ്ധമായ സാധനം കടത്തുമ്പോൾ ഇദ്ദേഹമാണ് പിടികൂടിയത്. ഇദ്ദേഹമാണ് പണവും ചോദിച്ചത്. എടാ, നിങ്ങൾ ഇവിടെ വന്ന് പെട്ടുകിടക്കുകയാണോ എന്ന് ചോദിച്ച് ഇവിടെ വെച്ച് അദ്ദേഹം ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളോട് കൈക്കൂലി ചോദിച്ചത് ഞാനാണെന്ന് ഒറ്റിക്കൊടുക്കരുത്, എനിക്കത് വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കും എന്ന് അദ്ദേഹം ഇവരോട് രണ്ടുപേരോടും പറയുന്നു. സാർ, അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല സാർ എന്ന് ഇവർ രണ്ടുപേരും പറയുന്നു. ഇങ്ങനെ ആ തൊട്ടടുത്ത സ്റ്റേഷനിലെ പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ആ സ്ഥലത്തേക്ക് വരുന്നു. വരൂ സാർ, എപ്പോഴാണ് വന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇദ്ദേഹവും സംസാരിച്ചതൊക്കെ മറച്ചു വെച്ചിട്ട് ഇൻസ്പെക്ടറോട് നോർമലായി സംസാരിക്കുന്നു. എന്താണ് കേസ് എന്നൊന്നും അറിയാത്തതുപോലെ ആ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. അതിന് ഈ ഇൻസ്പെക്ടർ മറുപടിയായി, സർ, ഇവര് നിയമവിരുദ്ധമായ സാധനം കടത്തി ഒരു പോലീസിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്, അയാൾ കൈക്കൂലി ചോദിച്ചു പോലും, ഏത് പോലീസ് ഓഫീസറാണ് ചോദിച്ചതെന്ന് ഇവർ പറയുന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇവർ പറയുന്നൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ആ ഇൻസ്പെക്ടർ ഇവിടെ നാടകം കളിക്കുകയാണ്. അപ്പോഴാണ് കാവ്യയുടെ ഫോട്ടോ അദ്ദേഹം കാണുന്നത്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എന്താ ഇവിടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ സാർ? 3 വർഷം മുമ്പ് ഈ പെൺകുട്ടിയെ കാണാതായതാണ്. കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് രമേശ് എന്ന് പറഞ്ഞയാളാണ് പരാതി നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ത്, ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ രമേശ് പറഞ്ഞെന്നോ? ഈ പെൺകുട്ടി നേരത്തെ തന്നെ മരിച്ചു പോയതാണല്ലോ എന്ന് ഈ ഇൻസ്പെക്ടർ പറയാണ്. ഇദ്ദേഹം ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ കാവ്യ വീട്ടിൽ കിടക്കുന്ന പോലെ നമ്മളെ കാണിച്ചിരുന്നു. എന്തോ ചിന്തിച്ച് സങ്കടപ്പെട്ടതുപോലെയാണ് അവൾ കിടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇതിനു മുകളിൽ എനിക്ക് വയ്യച്ചാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നു. നിക്ക് മോളെ നിക്ക് എന്ന് പറഞ്ഞ് ഇദ്ദേഹവും പിന്നാലെ ഓടുന്നുണ്ട്. സത്യത്തിൽ ഇവരുടെ നാട്ടിൽ ഒരു പാലം പോലെ ഉണ്ടല്ലോ, ആ പാലത്തിനടുത്ത് വന്നവൾ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഇത് കാണുന്ന അച്ഛൻ ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. ഇതെല്ലാം ഇപ്പോൾ രമേശിന് സ്വപ്നമായി വരികയാണ്. ഈ സ്വപ്നം ഓർത്ത് അദ്ദേഹം ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ രാവിലത്തെ സമയം ഇദ്ദേഹം പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടറും ടീമും ഒന്നായി അവിടേക്ക് വരികയാണ്. എന്താ സാർ പെട്ടെന്ന് വന്നത് എന്ന് രമേശ് ചോദിക്കുകയാണ്. നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. എന്താ സാർ പറയുന്നത്? എൻ്റെ മകളെ കണ്ടുപിടിച്ചോ? നിക്ക് സാർ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് രമേശും വേഗത്തിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നു. ഇയാളെന്താ മകള് ജീവിച്ചിരിപ്പുണ്ടെന്ന മട്ടിലാണല്ലോ പെരുമാറുന്നത് എന്നെല്ലാവരും ചിന്തിക്കുന്നു. ശരി, എവിടെയാണ് സാർ എൻ്റെ മകൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് രമേശ് വരുന്നത്. കൃത്യമായി ആ പാലത്തിനടുത്തേക്ക് അവർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു. പാലത്തിൽ നിന്ന് ഇദ്ദേഹത്തെ താഴേക്ക് തള്ളിയിടുന്നത് പോലെയൊക്കെ ചെയ്യാണ്. നിന്റെ മകൾ മരിച്ചുപോയെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. അപ്പോഴാണ് നടന്ന കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്തു തരുന്നത്. യോഗേഷിന് വേണ്ടി ഇവർ രണ്ടുപേരുമാണ് പെൺകുട്ടികളെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അന്ന് പെൺകുട്ടികളെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അവർ പറയുന്നു.
എന്താടാ, ഞാൻ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു, നിങ്ങളിങ്ങനെ കുളമാക്കിയല്ലോ എന്ന് യോഗേഷ് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ആ വഴിയായി കാവ്യ എന്ന പെൺകുട്ടി പോകുന്നത്. ഇവളെ എങ്ങനെയെങ്കിലും ശരിയാക്ക് എന്നവൻ പറയുന്നു. ഇവർ രണ്ടുപേരും പേടിക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം, എങ്ങനെയെങ്കിലും ഏർപ്പാടാക്ക് എന്ന് യോഗേഷ് പറയുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഈ മുറിക്കുള്ളിൽ അടച്ചിടുന്നു. യോഗേഷ് ഉള്ളിലേക്ക് വന്ന ഉടനെ ആ പെൺകുട്ടി പേടിക്കുന്നുണ്ട്. എന്നെ വിട് എന്നൊക്കെ അവൾ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ആ പെൺകുട്ടിയോട് അവൻ വളരെ മോശമായി പെരുമാറുന്നു. അവൻ ഗ്രാമത്തലവന്റെ മകനല്ലേ, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കാവ്യ വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കാവ്യ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ തന്നെ അവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് അദ്ദേഹം കരുതുന്നു. ഇൻസ്പെക്ടറോട് അദ്ദേഹം പരാതിപ്പെടുന്നു. ഇപ്പോൾ വേറെ സ്റ്റേഷനിൽ വേറൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ആ സമയത്ത് ഇൻസ്പെക്ടറായിട്ടുണ്ടായിരുന്നത്. ആ ഇൻസ്പെക്ടർ യോഗേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. അവനെ മറികടന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ മകൾക്ക് ഭാവിയിൽ കല്യാണം കഴിക്കാനും ബുദ്ധിമുട്ടാവും. ഇതൊന്നും നീ കേസായി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ആ പെൺകുട്ടിയും കേൾക്കുന്നു. ആ പെൺകുട്ടിയും ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. നീ സങ്കടപ്പെടാതെ മോളെ, സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ച് കിടത്തി. അങ്ങനെ കിടക്കുന്ന ആ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങൾ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് ഈ ജീവൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ വേഗത്തിൽ ഓടിപ്പോയത്. ഇദ്ദേഹം തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവൾ മുകളിൽ നിന്ന് ചാടി മരിച്ചു. അവിടെ ചാടിയാൽ മരിക്കുക തന്നെ ചെയ്യും, എന്നാൽ ബോഡി കിട്ടില്ല, ഒഴുകിപ്പോകും. ബോഡി പോലും കിട്ടിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു. അന്നു മുതലാണ് ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇടയ്ക്കിടെ മകൾ വരാൻ തുടങ്ങിയത്. ഇതിനു വേണ്ടിയാണ് നീ യോഗേഷിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എപ്പോഴേ ചെയ്യാറുന്നില്ലേ, പിന്നെന്തിനാണ് 3 വർഷം കാത്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ചില കാര്യങ്ങൾ പറയുന്നു. യോഗേഷിനെ കൊല്ലാനുള്ളത്ര ധൈര്യം എനിക്കില്ലായിരുന്നു സർ, ഞാനൊരു ഭീരുവാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു കാര്യം സംഭവിച്ചു എന്ന് രമേശ് പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ രമേശ് ആ സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതേസമയം അവിടെ രണ്ടുപേരും വന്ന് മദ്യപിച്ച് ലക്ക് കെട്ടവനെ കിടത്തിയിട്ട് പോവാന്ന് കരുതി അവനെ കിടത്തുകയായിരുന്നു. ഇതും ഇദ്ദേഹം ശ്രദ്ധിച്ചു. അവനെ കിടത്തിയിട്ട് അവർ രണ്ടുപേരും ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. കാരണം നിയമവിരുദ്ധമായ ജോലി ചെയ്യാനുണ്ടല്ലോ, അതിനുവേണ്ടി അവർ പോവാണ്. അതിനുശേഷം അവൻ ജീപ്പ് എടുത്ത് പോകണമെന്ന് കരുതുന്നു. ലക്ക് കെട്ടിരിക്കുന്നതുകൊണ്ട് അവന് ജീപ്പ് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇയാൾ സഹായിക്കാമെന്ന് കരുതി ആ സ്ഥലത്തേക്ക് വരുന്നത്. ശരി, കൈ കൊടുത്ത് സഹായിക്കാം എന്നൊക്കെ കരുതി അദ്ദേഹം അവനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ മദ്യലഹരിയിലുള്ള അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഹോ, നീയാണോ എന്നെ എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. രമേശ് സഹായിച്ചിട്ട് പോവാന്ന് കരുതാണ്. എന്നാൽ യോഗേഷ് മദ്യലഹരിയിലായതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ സംസാരിക്കുകയാണ്. നിന്റെ മകളോടൊപ്പം ഞാൻ സന്തോഷമായിരുന്നില്ലേ, അതുപോലൊരു സന്തോഷം എനിക്ക് വേറൊരാളുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പോൾ മരിച്ചുപോയ ആ പെൺകുട്ടിയും അദ്ദേഹത്തിന്റെ കണ്ണിൽ തെളിയാണ്. ഇവനെ വെറുതെ വിടരുതച്ചാ എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന രമേശ് ഉണ്ടല്ലോ, ഇവൻ മദ്യലഹരിയിലാണല്ലോ എന്ന് കരുതി അവനെ ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിച്ച അദ്ദേഹം അരിവാൾ വെച്ച് അവന്റെ കഴുത്തറക്കുന്നു. അദ്ദേഹം വേണമെന്ന് വെച്ച് തന്നെയാണ് അരിവാൾ ഒരു സ്ഥലത്തിട്ടിട്ട് അതിനുശേഷം പോലീസിന് എടുത്തു കൊടുത്തത്. വിരലടയാളം കിട്ടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ രണ്ടാമത് എടുത്തു കൊടുക്കുമ്പോൾ വിരലടയാളം പതിഞ്ഞതാണെന്ന് അവര് കരുതിക്കോളും എന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് അദ്ദേഹം അത് എടുത്തു കൊടുത്തത്. അദ്ദേഹം അവനെ കൊന്ന ഉടനെ കുറച്ച് പരിഭ്രാന്തനായി. കിണറ്റിനുള്ളിൽ ബോഡി ഇട്ടല്ലോ, എന്നിട്ട് വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയി. ഒരു ഷൂ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ഇദ്ദേഹം തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. എന്നാൽ രണ്ടുപേരാണ് ചെയ്തതെന്ന് വിശ്വസിപ്പിക്കാനായി തുടക്കം മുതലേ അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവർക്കും തോന്നുന്നു. ഇദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് എല്ലാവരും ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട എന്നവർ തീരുമാനിക്കുന്നു. രമേശിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. ആ രണ്ടുപേരും നല്ലവരല്ല. യോഗേഷിന് അവർ രണ്ടുപേരും കൂട്ടുനിന്നിട്ടുണ്ടല്ലോ. ഇവർ രണ്ടുപേർക്കും ശിക്ഷ കിട്ടണം. അതുകൊണ്ട് യോഗേഷിനെ കൊന്നത് ഇവർ രണ്ടുപേരാണെന്ന രീതിയിൽ നമുക്ക് കേസ് മാറ്റാം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. പോലീസുകാരും അത് സമ്മതിക്കാണ്. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ എന്ന് ഇയാളോട് പറഞ്ഞിട്ട് അവരും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ രമേശ് തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ മകളുണ്ടല്ലോ വീണ്ടും അദ്ദേഹത്തിന്റെ കണ്ണിൽ തെളിയുന്നു. എന്നാൽ ഇത്തവണ അവൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹവും മകളെ നോക്കി ചിരിക്കുകയാണ്. ഇതോടെ ഈ സീരീസിന്റെ കഥ അവർ അവസാനിപ്പിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു കഥ? ഇഷ്ടപ്പെട്ടോ? ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.